നമ്മൾ തിരുവാതിര കളിക്കാനായിട്ട് തുടങ്ങുമ്പം ആദ്യം നമ്മൾ ഗുരുവിൻ്റെ കാല് തൊട്ട് വന്ദിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഭൂമിദേവിയെ തൊട്ട് വന്ദിക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ ചുവട് വെക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ട്, അതായത് ഇതുവരെ തിരുവാതിര കളിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ആദ്യം നമ്മൾ വലതുകാല് എടുത്ത് ഒന്ന് കുത്തി മാറ്റി വെക്കുന്നു, ഇടതുകാലം അതേപോലെ ഒന്ന് കുത്തി മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അത് അരമണ്ഡലത്തിൽ നിന്നാണ് ചെയ്യുന്നത്. അതൊക്കെ കളിക്കുമ്പം പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നു. അതിന് ശേഷമാണ് നമ്മൾ 2ൻ്റെ സ്റ്റെപ്പ്, 3ൻ്റെ സ്റ്റെപ്പ്, 4ൻ്റെ സ്റ്റെപ്പ് അങ്ങനെ പോകുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ ഗുരുവിൻ്റെ കാലാണ് തൊട്ട് വന്ദിക്കുന്നത്. അപ്പം അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഭൂമിദേവിയെ തൊട്ട് വന്ദിക്കുന്നു. അതിനുശേഷം നമ്മൾ ചുവട് വെക്കുന്നതിന് മുമ്പായിട്ട് കൈ നമ്മൾ ഏണിന് ഇങ്ങനെ കൊടുക്കുക. അതായത് കൈയെടുത്തുള്ള കളി നമ്മൾ പിന്നീട് ചുവട് പഠിച്ചതിന് ശേഷമാണ് കൈയെടുത്ത് എങ്ങനെയാണ് കളിക്കുന്നത് എന്നുള്ളത് പഠിപ്പിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് നമ്മൾ കൈ ഇങ്ങനെ ഏണിന് കൊടുക്കുക. ഇങ്ങനെ താന്നു പോകരുത്, ഒരുപാട് മുകളിൽ പോകരുത്. ഇവിടെയാണ് വെക്കേണ്ടത്. അതുപോലെ കൈ ഇങ്ങനെ മടക്കിയാണ് വെക്കേണ്ടത്. ഇങ്ങനെ കൊടുക്കരുത്, ഇങ്ങനെയും കൊടുക്കരുത്. കൈ ഇങ്ങനെ മടക്കി തന്നെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇങ്ങനെ അരമണ്ഡലത്തിലാണ് നിൽക്കുന്നത്. അരമണ്ഡലം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കാലിൻ്റെ പത്തി ഇങ്ങനെ വി ഷേപ്പിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ മുന്നോട്ട് ഇങ്ങനെ ആഞ്ഞു പോകരുത്, സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ താന്ന് നിൽക്കുക. കാല് ഇതുപോലെ ആയിരിക്കണം. വട്ടക്കാലിൽ നിന്ന് കളിക്കാനാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത്. കാരണം വർഷങ്ങൾക്ക് മുന്നെയാണ് ഞാൻ പഠിച്ചത്. അതായത് എൻ്റെ ഒരു 3 വയസ്സുള്ളപ്പോഴാണ് ഞാൻ തിരുവാതിര പഠിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വട്ടക്കാലിൽ നിന്ന് തിരുവാതിര കളിക്കണമെന്നാണ് പറയുന്നത്. അരമണ്ഡലത്തിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അരമണ്ഡലത്തിൽ നിന്നാണ് കളിക്കുന്നത്. ഇങ്ങനെ നിൽക്കുക. അതിന് ശേഷം നമ്മൾ വലതുകാല് കുത്തുന്നു, നേരെയാവുന്നു. വീണ്ടും ഇടതുകാല് അതുപോലെ തന്നെ കുത്തുന്നു, നേരെയാവുന്നു. അപ്പോൾ ആദ്യമായിട്ട് ചുവട് വെക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. നേരത്തെ കളിച്ചിട്ടുള്ളവർക്ക് ഇതൊക്കെ സിമ്പിൾ അല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ ഇത് ആദ്യമായിട്ട് കളിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ തിരുവാതിര കളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ വെക്കുന്ന പോലെ കാല് ഒരുപാട് ഉയർത്തി കളിക്കണ്ട. ഡാൻസിനൊക്കെ സാധാരണ നമ്മൾ കാലൊക്കെ ഉയർത്തി കളിക്കുമല്ലോ ചില സ്റ്റെപ്പുകളൊക്കെ. എല്ലാ സ്റ്റെപ്പിനും അല്ല, ചില സ്റ്റെപ്പുകളൊക്കെ. അപ്പോൾ തിരുവാതിരയ്ക്ക് അങ്ങനെയല്ല, പതിഞ്ഞ രീതിക്കാണ് തിരുവാതിര കളിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഒരുപാട് സൗണ്ട് വേണ്ട. കാല് കുത്തുമ്പോൾ ചെറിയ സൗണ്ട് ഉണ്ട്, തീരെ ഇല്ലെന്നല്ല, എങ്കിലും ഒരുപാട് സൗണ്ട് ഇട്ടല്ല കളിക്കുന്നത്. അതുപോലെ ചിലക്ക കെട്ടുകയില്ല. തിരുവാതിരയ്ക്ക് ചിലക്ക കെട്ടുകയില്ല, പാദസരം മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് നമ്മൾ കളിക്കുന്നത്. പിന്നെ കളിക്കുമ്പോൾ ആദ്യമൊക്കെ കാലിനൊക്കെ വേദനയുണ്ടാവും. അതൊന്നും സാരമില്ല. നമ്മൾ അടുപ്പിച്ചൊരു 2-3 ദിവസം കളിച്ച് കഴിയുമ്പോഴത്തേന് അതൊക്കെ മാറും കേട്ടോ. അപ്പോൾ അത് ഓർത്തിട്ട് ആരും നിർത്തിപ്പോകരുത്. എല്ലാവരും പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും, പ്രായമുള്ളവരാണേലും കൊച്ചു കുഞ്ഞുങ്ങളാണേലും ഇടത്തരക്കാരാണേലും ആർക്ക് വേണമെങ്കിലും അത് കളിക്കാവുന്നതാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകളാണ് കാണിക്കുന്നത്. പയ്യെ നമ്മൾ കൂടുതൽ സ്റ്റെപ്പിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ വീണ്ടും ഏണിന് കൈ കൊടുക്കുക. അതിനുശേഷം വട്ടക്കാല് നിൽക്കുന്നു, വലതുകാല് കുത്തുന്നു, അതവിടെ തന്നെ കുത്തി നേരെയാക്കുന്നു. ഇടതുകാലും അതുപോലെ തന്നെ കുത്തുന്നു, നേരെയാകും. ഇത് പല തവണ ചെയ്യുക. നമ്മുടെ കാലിനൊക്കെ ഒരു കളിക്കാനായിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം 2ൻ്റെ സ്റ്റെപ്പ്, 4ൻ്റെ സ്റ്റെപ്പ് അങ്ങനെ പോകുന്നു. ശരി. അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ.